അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നേരം വെളുത്ത് രാവിലെ സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിന്നിരുന്നത് 10 വർഷം പ്രേമിച്ച് പ്രണയിച്ച് കാമുകൻ കാമുകിയെ സംരക്ഷിച്ച ഒരു കഥയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ആകെ അങ്ങ് മാറിയിരിക്കുകയാണ്. ഒറ്റയടിക്ക് എന്തെന്നില്ലാത്ത ഒരു മാറ്റം സോഷ്യൽ മീഡിയ, യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും മറ്റു സോഷ്യൽ മീഡിയകളെല്ലാം തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണ്. കഴിഞ്ഞ രാവിലെയും ഇന്നലെയും നിറഞ്ഞു നിന്ന വാർത്തയുടെ നേരെ അപ്പുറം മറിച്ചിട്ട പോലെ നേരെ ഓപ്പോസിറ്റ് വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഒരു കൗമാരക്കാരിയായ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കി എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. ഏതായാലും ഇത്തരം പ്രണയങ്ങൾ ഇന്ന് രാവിലെ നാം പ്രണയത്തിന്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു സംരക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നല്ല ഉദാഹരണം എന്ന് അവിടെ കൂട്ടിച്ചേർത്തപ്പോൾ ഇവിടെ നാം ആ ഒരു പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്ന് പറഞ്ഞതിനെ യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ്. കാരണം ഈ ഒരു വിഷയത്തിലൂടെ പ്രേമം അത് അവസാനം എത്തിപ്പെടുന്നത് എല്ലാ വേണ്ടാത്തരങ്ങളിലേക്കുമാണ്. ഭൗതികപരമായ അല്ലെങ്കിൽ സൗന്ദര്യപരമായ പെണ്ണിന്റെ വിഷയത്തിലൊക്കെയുള്ള പ്രേമങ്ങളും പ്രണയങ്ങളും അവസാനം എത്തിപ്പെടുന്നത് അത് വേണ്ടാത്തതിലേക്കായിരിക്കും ഭൂരിഭാഗവും കൂടുതലായിട്ടും എത്തിപ്പെടുക എന്ന് നമ്മെ വിളിച്ചോതുന്ന ഒരു സംഭവമാണ് ഇന്ന് ഉച്ചയോടുകൂടെ നമുക്ക് കേൾക്കാനായി സാധിച്ചത്. ഏതായാലും നമ്മുടെയൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് എല്ലാ ആളുകളും അകപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം സോഷ്യൽ മീഡിയയുമായി ബന്ധമില്ലാതെ ഒരാളും ഇന്ന് ജീവിക്കുന്നില്ല. ചെറിയ കുട്ടികളടക്കം അവർക്ക് യൂട്യൂബ് എന്തെന്നറിയാം, അവർക്ക് ഇൻസ്റ്റാഗ്രാം എന്തെന്നറിയാം, ഫേസ്ബുക്ക് എന്തെന്നറിയാം, ട്വിറ്റർ എന്തെന്നറിയാം, മറ്റു എന്തെല്ലാം മേഖലകളുണ്ടോ അതെല്ലാം അറിയുന്നവരാണ് ഇന്ന് LKG മുതൽ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും മുതിർന്നവരും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളും ആത്മാർത്ഥത വളരെ അപൂർവം ആളുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരാളും തന്നെ അമിതമായി ഒരാൾക്കും വിശ്വാസം അർപ്പിക്കുകയും നമ്മുടെ എല്ലാം മറ്റൊരാൾക്ക് ഏൽപ്പിക്കാനും ഒരിക്കലും പാടില്ല എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്ന് അത്ര കണ്ട് മനുഷ്യന്റെ മനസ്സുകൾ മലിനമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ഒരു സൂക്ഷ്മതയോടുകൂടെ ഒരു പൂർണ്ണ ബോധത്തോടുകൂടെയാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് ഒരാളെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാനോ വേണ്ടി വന്നതല്ല. എന്നാലും നാം ഓരോരുത്തരും പരിപൂർണ ബോധത്തോടെ പരിപൂർണ സൂക്ഷ്മതയോടുകൂടെ നാം ഓരോരുത്തരും ജീവിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ആരുടെ മനസ്സ് എപ്പോഴാണ് മാറുന്നത് എന്ന് നമുക്കൊരാൾക്കും പറയാൻ പറ്റില്ല. മാത്രവുമല്ല, ഇന്ന് പൊതുവെ എല്ലാത്തിനും ഒരു പേടി കുറഞ്ഞ കാലഘട്ടമാണ്. ആർക്കും എന്തും ആവാമെന്ന രൂപത്തിലേക്ക് നമ്മുടെ കേരളീയ സാഹചര്യവും ലോക സാഹചര്യവും മുഴുവനായിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നാം ഓരോരുത്തരും സൂക്ഷിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.